Thank you so much. Okay, I'm very proud to be here. You people, Polytechnic, I tell them you are actually a bridge between the theory and the physical world. Einstein, he made a theory E equals to mc square. Energy equal to mass times the lights of the speed, right? But he could not make the atom bomb. That's made by someone else, like you, Polytechnic. They are the bridge to make the theory into reality. And another thing also, you make, I would say, the blueprint into buildings. You make coding into system to accessible for the public. So you are very important part of this theory to physical world. ഞാനൊരു എക്സാമ്പിൾ പറയാൻ ഓക്കെ പരിശുദ്ധ ഖുർആനിലെ കിങ് സോളമൻ ചോദിച്ചു ഹൂ ക്യാൻ ബ്രിങ് ദ ത്രോൺ ഓഫ് ദ ബൽക്കീസ് ക്വീൻ. അപ്പോൾ അതിൽ പറഞ്ഞത് മല്ലനായ ഒരു ഏലിയൻസ് പറഞ്ഞു ഐ ക്യാൻ ബ്രിങ് ഇറ്റ് ബിഫോർ യു സ്റ്റാൻഡ് അപ്പ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഖുർആനിൽ ദെൻ വേറൊരു ഏലിയൻസ് ജിൻ ഹീ സെഡ് ഐ ക്യാൻ ബ്രിങ് ഇറ്റ് ഇൻ എ ബ്ലിങ്ക് ഓഫ് ദ ഐസ്. അതെങ്ങനെ കൊണ്ടുവന്ന് നമുക്കറിയില്ല ഫിസിക്കൽ വേൾഡ്. ബട്ട് നൗ വി നോ ഐൻസ്റ്റീനെ കണ്ടു നമുക്ക് ആ തിയറി അറിയാം. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സാധനം ഇഫ് വി കൺവേർട്ട് ദിസ് വൺ ടു സ്പീഡ് ഓഫ് ദ ലൈറ്റ്സ് ടൈം ദ മാസ് ഓഫ് ദിസ് അതൊരു എനർജി ആയിട്ട് കറണ്ട് മാറി പോകും. ഇപ്പോൾ ആദ്യം അമേരിക്കയിൽ പോയപ്പോഴേ 10-25 വർഷം മുമ്പ് ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും അവിടെ മൈക്രോവേവ് ഒക്കെ വെരി കോമൺ ആണ്. ഒക്കെ നാട്ടിൽ മഞ്ചേരിയിൽ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പെട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ നല്ല കോഴി ബിരിയാണി ഉണ്ടാക്കി വെച്ചിരുന്നുവെങ്കിൽ അതങ്ങനെ ആയിട്ട് ഇവിടെ അതുപോലെ ഒരു പെട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നല്ലോ. പക്ഷേ ഇറ്റ്സ് പോസിബിൾ. സോ യു പീപ്പിൾ ഹാസ് ടു മേക്ക് ഇറ്റ് പ്രാക്ടിക്കൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഗിവിംഗ് മീ ടൈം. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആസ്ക് മീ പ്ലീസ്. ഓൾസോ വി ഹാവ് മാനേജ്മെന്റ് സ്റ്റുഡൻസ്. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് സാറിന് എന്താണ് ചെയ്യാനുള്ളത്? അതായത് അവരുടെ ഫ്യൂച്ചർ ഇപ്പോൾ MBA സെക്കൻഡ് ഇയർ കഴിഞ്ഞ് ഒരു ഓൺടർപ്രണർഷിപ്പ് തുടങ്ങാം എന്നുള്ളൊരു ഫീൽ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയെങ്കിൽ അയാൾക്ക് ഡയറക്റ്റ് ഒരു ബിസിനസ് ഓൺടർപ്രണർഷിപ്പ് തുടങ്ങുന്നതാണോ ബെറ്റർ, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിൻ്റെ എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണോ ബെറ്റർ? ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ ദ ടൈം to look for career is ended. At least ഞാൻ പറയുന്നത് people of Kerala, because we Kerala people are highly human capital, highly knowledgeable. The time to look for the career is ended. നിങ്ങൾ ഇത്രയും മോഡേൺ ഫെസിലിറ്റിയിൽ നിൽക്കുന്ന Mahadian students like you, your time is ended looking for that. You need to look for to hire another MBAs. എപ്പോഴും നമ്മൾ മെൻ്റൽ സ്ട്രെസ് ഉണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നിങ്ങൾ പറഞ്ഞ മാതിരി ജോലി കിട്ടി വീടൊക്കെ കയറ്റി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 40 വയസ്സാകുമ്പോൾ തുടങ്ങും. അപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് യു വോണ്ട് ബി ഏബിൾ ടു ടേക്ക് ദ സ്ട്രെസ്. ഈ സ്ട്രെസ് മാനേജ്മെൻ്റ് ഉള്ളത് വലിയൊരു സ്കില്ലാണ്. ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ബിസിനസ് തുടങ്ങി ലെസ് ഒരു റെസ്റ്റോറൻറ്റ്, പക്ഷേ വില്ലേജ് ഓഫീസർ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്, പഞ്ചായത്തിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്, ആ പെർമിറ്റ് തരുന്നില്ല. ഇപ്പോൾ ഹോസ്റ്റൽ കണ്ടു, ആ പെർമിറ്റ് കിട്ടിയില്ല. ഇതൊക്കെ ആക്ച്വലി എന്താ പ്രോബ്ലം എന്നറിയോ? എന്നിട്ട് അവർ അടച്ചുപൂട്ടി. എന്നിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കുഴപ്പമില്ല, അവർ തന്നില്ല. അത് ആ കുഴപ്പം ആരതാണ്? ദാറ്റ് ഈസ് കോൾഡ് ബിസിനസ്. ബിസിനസ് പറഞ്ഞാൽ ഇതെല്ലാം ഒരു റെസ്റ്റോറൻറ്റിൽ കുക്ക് ചെയ്ത് വിൽക്കണം മാത്രമല്ല, ബിസിനസ് ഇൻക്ലൂഡിങ് ദ മിറ്റിഗേറ്റിംഗ് ദ പ്രോബ്ലം ഫ്രം ദ ഗവൺമെൻറ്, മിറ്റിഗേറ്റിംഗ് പ്രോബ്ലം ഫ്രം ദ നെയ്ബർ, മിറ്റിഗേറ്റിംഗ് ഫ്രം ദ എൻവയറമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതൊക്കെ പാടെ കൂടിയതാണ് ബിസിനസ്. സോ യു നീഡ് ടു നോ ഹൗ ടു മാനേജ് ഓൾ ദാറ്റ് ആൻഡ് ടേക്ക് ദ സ്ട്രെസ്. സോ സ്റ്റാർട്ട് ആസ് ഏർലി ആസ് പോസിബിൾ, ആസ് സ്മോൾ ആസ് പോസിബിൾ, then scale it. Moreover, we are MBA aspirants. We are much more focusing on scholars, Islamic scholars. അപ്പോൾ സാർ ഇപ്പോൾ ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ പരിപാടികളിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ കേരളത്തിൽ ഇപ്പം നമ്മളുടെ വർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ പൊതുസമൂഹം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം എങ്ങനെ അതിൽ പ്രാവർത്തികമാക്കാൻ പറ്റും? അതായത് ലോണ് കാര്യങ്ങളില്ലാതെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്താലാണ് ബാക്കിയുള്ളവർക്ക് അതൊരു പ്രചോദനമാകും. അപ്പോൾ എങ്ങനെയാണ് നമ്മളോട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും? എന്ത് ബിസിനസ് തുടങ്ങുമ്പോഴുണ്ടല്ലോ നമ്മളൊരു നീഷ് മാർക്കറ്റിനെ ഫോക്കസ് ചെയ്യണമെന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ എക്സൽ ചെയ്യാമല്ലോ. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് എ എത്തിക്കൽ ബാങ്കിങ് തുടങ്ങിയെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടഡ്, ഇൻ റിട്ടേൺ യു മേ ഗെറ്റ് $100 million tranched by next 5 years, right? എന്നിട്ട് we are not targeting every single people. Because human capital is so much, you will get 100,000 customer overnight because they all need to buy the house, they all need to buy the bike or scooter, they all need to buy the car. What is said in the Surah Al-Baqarah about the riba? What Allah said? Trade is like riba. Allah പറയാണ് ഇൻട്രസ്റ്റും ട്രേഡും സെയിം ആണ്. Then he said
I prohibited riba and I allowed you trade. ഈ ethical ബാങ്കിങ്ങിൽ കസ്റ്റമർ ആയ ഒരാൾക്ക് doesn't save any money. He will end up paying the same. പക്ഷേ ദ വേ ഓഫ് ഡൂയിങ് റിബയിൽ എന്താ വെച്ചാൽ വൺ പാർട്ടി ടേക്ക് ദ റിസ്ക്. ഇപ്പോൾ നിങ്ങൾ ബാങ്കിൽ നിന്ന് പോയി എടുത്തു കഴിഞ്ഞാൽ വയനാട്ടിലാണെന്ന് വിചാരിച്ചാൽ ആ വീട് അങ്ങ് ഒലിച്ചു പോയി. പക്ഷേ ബാങ്ക് ഒരു വി നീഡ് അവർ മണി. എത്തിക്കൽ ഫൈനാൻസിൽ എന്താ ചെയ്യുക വെച്ചാൽ വെനെവർ യു ഗിവ് ദ ഹൗസ് റൈറ്റ് യു വിൽ ഹാവ് ദ സെയിം അഡ്മിൻ ഫീ. ബട്ട് ഇൻ കേസ് വീട് അതിൽ പറ്റിക്കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങളെ ഷെയർ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ ആ റിസ്ക് നിങ്ങൾക്ക് വരുള്ളൂ. സോ ബോത്ത് പാർട്ടി ടേക്ക് ദ റിസ്ക് ദെൻ ഇറ്റ് ഈസ് ട്രേഡ്. ബട്ട് എത്തിക്കൽ ഫൈനാൻസ് വിൽ ടു ബി മോർ കെയർഫുൾ ഹൂം ടു ലെൻഡ്. കാരണം ഇറ്റ്സ് ബോത്ത് പാർട്ടി ഷെയർ ദ റിസ്ക്. നമ്മളിപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഒരു ബിസിനസ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൊതുസമൂഹം നമ്മളെ കാണാം ഇയാളെ എങ്ങനെ ബിസിനസ് ചെയ്യുന്നു. ഏത് ബിസിനസ്സുകാരെ എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു മച്ച് മോർ ക്വാണ്ടിറ്റിയുള്ള ആൾക്കാരൊക്കെ ഈ ലോണ് അതുപോലെ കാര്യങ്ങൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മളത് അങ്ങനെ ചെയ്തിരിക്കുകയാണെങ്കിൽ അത് ഒരു വലിയ സമൂഹത്തിന് അതൊരു പ്രചോദനമാണ്. അപ്പോൾ നമ്മളത് ഇതൊന്നും ഇല്ലാതെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം ഇല്ല. അപ്പോൾ നമ്മളെങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഈ ലോണ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തിയിട്ട് നമുക്ക് റൺ ചെയ്തുകൊണ്ട്. ഞാൻ ദുബായിൽ തന്നെ കുറച്ച് 3-4 വർഷം മുമ്പ് തുടങ്ങാൻ വിചാരിച്ചിരുന്നു. സ്പെഷ്യലി ഇപ്പോൾ ദ ലേബർ ക്ലാസ് പീപ്പിൾ തന്നെ. അവർ ചെന്നപ്പോൾ ഞാൻ അവരുടെ പ്രോബ്ലം വന്ന് ലേബർ ക്ലാസ് പീപ്പിളിന് ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആദ്യം ഫോൺ വാങ്ങണം, വലിയ ഐഫോണോ ആൻഡ്രോയിഡോ വലിയ ഫോൺ വാങ്ങണം. എന്നിട്ട് വീട്ടിലേക്ക് ഉമ്മാക്ക് അയച്ചെടുക്കണം, ബാപ്പാക്ക് അയച്ചെടുക്കണം, റൈറ്റ്. സോ ഞാനതൊരു ഓപ്പർച്യൂണിറ്റി കണ്ടു. ഇവിടെ പോകുമ്പോൾ ലെറ്റ്സ് സേ അവരുടെ ഫോണിന് വേണ്ടി 1000 റിയാലായി. ഞാൻ ഇവരോട് പറഞ്ഞു ഓക്കെ 1000 റിയാൽ, സോ വി വിൽ ചാർജ് യു 1200. 200 റിയാൽ വിൽ ബി യുവർ അഡ്മിൻ ഫീ. ദെൻ യു പേ ദ 200 റിയാൽ നൗ ആൻഡ് ഗെറ്റ് ദ ഫോൺ ആൻഡ് ഗോ. Then you make the 1000 payment in 4 payment. So that is you are nothing to do with the banking compliance or regulation. You are solving a problem. So this is 200 is our profit, admin fee we charging you. Then rest 1000 you pay in for this thing. ഇപ്പോൾ ഒരാൾ വീട് വാങ്ങണമെങ്കിൽ നമ്മൾ പറയും ഓക്കെ വീട് ഈസ് 1 കോടി റുപ്യയായി. ഇഫ് യു വാണ്ട് പേ വിത്തിൻ 10 years we will charge you 10 ലക്ഷം റുപ്യ admin fee. Then you pay in 10 years. When the 10th year come we will give you the title to you. അതിൻ്റെ മുമ്പ് വീടിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ദ ലെൻഡർ ഹാസ് എ പ്രോബ്ലം. സെയിം ലൈക്ക് അവർക്ക് ദ സെക്കൻഡ് മെത്തേഡ് ഈസ് ദാറ്റ് വെനെവർ you buy the house every month you're making payment, right? So you make that much share more because then you will make a small LLC. That house belongs to the lender, which is the ethical bank or the bank, and the buyer. So the first year banker has a more share. Then as much the buyer is paying and his share will be automatically increased. We can do in the software. Then whenever it's happened, the bank will be out. Payment is over. So he's generally paying the same admin fee. But again, trade and interest is same. Allah permitted trade if both party take the profit and risk. But Allah prohibited interest because it's a one party guaranteed income. We are basically from the integration scholar and also we are management students. So my question is how we navigate the tension between the ruthless world of marketplace and the selfless part of our spiritual path. How do we navigate? Sahih Bukhari ഒരു ഹദീസ് ഉണ്ട്. ഓക്കെ, Allah subhanahu wa ta'ala will create certain people. They will be never scared of anything. They always will be following the path of Allah. അവർക്കൊരു പേടി ഉണ്ടാവില്ല ഒരിക്കലും. അവരെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാനോ അവരെ കച്ചവടം നടത്താനോ Allah will keep on protecting them. നിങ്ങൾക്ക് ആ വിൽ പവർ ഉണ്ടെങ്കിൽ ഇഹലോകവും പരലോകവും ഒരേ ആളാണ് തരുന്നതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ യു വുഡ് നെവർ ഹാവ് ദ പ്രോബ്ലം. എന്നോട് എത്ര ആൾ പറയലുണ്ട് അവിടെ റേസിസ്റ്റാണ് ഇവിടെ ഒക്കെ. ഞാൻ നേരത്തെ പഞ്ചായത്തിൻ്റെ പ്രശ്നം പറഞ്ഞില്ലേ, ദാറ്റ്സ് ഹിസ് പ്രോബ്ലം. അത് അവൻ്റെ മൈനസ് പോയിന്റിന് അവന് ഫൈൻഡ് ചെയ്യുന്ന ബ്ലെയിം മാത്രമാണ്. എൻ്റെ വൈഫ് US ഞങ്ങൾ പോകുമ്പോഴുണ്ടല്ലോ, ഷീ ഡു ദ ഫുൾ ഹിജാബ്, റൈറ്റ്? വാട്ട് Allah said in the Quran about the hijab, it is to get the recognition. ഞങ്ങൾ റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ ഫുള്ളി ടെക്സസ് റെഡ് എഗ് മാനേജർ വരും. ചിലപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ ആരും വരില്ല. പക്ഷേ വൈഫായി പോയി കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞാൽ അവർ വന്നും സർ അതിൽ പോർക്കുണ്ട്, ഇതിൽ മറ്റതുണ്ട്, അത് വേണ്ട കഴിക്കണ്ട, ഇവിടെ ഇരുന്നോളി, സ്പെഷ്യൽ അറ്റൻഷൻ തരും. അല്ലാതെ ഇൻഡിവിജ്വൽ കേസിൽ ഒരിക്കലും ആൾക്കാർ അങ്ങനെ ആകില്ല. ഓവറോൾ കേസിൽ ഇസ്ലാമോഫോബിയ വരുള്ളൂ. ഇൻഡിവിജ്വൽ കേസിൽ അങ്ങനെ ആർക്കും അങ്ങനെ വരില്ല. അത് Allah will protect us. പ്രമാണത്തിൽ എഴുതപ്പെടാത്ത ഒന്നും നടക്കില്ല. നിങ്ങൾക്ക് ആ കച്ചവടം എഴുതി വെച്ചില്ല എന്ത് തലകുത്തി പറഞ്ഞാലും നടക്കില്ല. അത് നിങ്ങൾ വേറെ ആരെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ പറയണം Allah നീ എഴുതപ്പെട്ടത് മാത്രമേ നടക്കുള്ളൂ. പ്രമാണത്തിൽ നീ എന്ത് അത് നടന്നുകൊണ്ടേയിരിക്കും, ഞാൻ എങ്ങനെ ട്രൈ ചെയ്താലും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. എൻ്റെ വിസ 5 പ്രാവശ്യം റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 5ാമത്തെ പ്രാവശ്യം റിജക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഐ വാസ് ലിറ്റിൽ സാഡ്. അന്നൊരു ശശിയേട്ടുണ്ടായിരുന്നു, ഈ അഹമ്മദ് MP യുടെ PA. അയാൾ എന്നോട് ചോദിച്ചു, സബീർ എന്താ ഇരിക്കണം, നീച്ച് ഭക്ഷണം കഴിക്കാൻ നീക്കാൻ.
അപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു, സമൂഹത്തിൽ ആര് തന്നെ നിങ്ങൾ നന്മ ചെയ്യാൻ വന്നാലും ഇഫ് ഗോഡ് ആൾമൈറ്റി ഈസ് നോട്ട് ഇൻറ്റൻറ്റിങ് ദേ ക്യാൻ ഡു നത്തിങ്. ഞാൻ അന്ന് ഫോറിൻ സെക്രട്ടറിയൊക്കെ വിളിച്ച് എനിക്ക് സ്പെഷ്യൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അന്നെല്ലാവരും ഭരിക്കുന്ന കാല ആര് തന്നെ വിസ തന്നാൻ വിചാരിച്ചാലും ഇഫ് ഗോഡ് ആൾമൈറ്റി ഈസ് നോട്ട് ഇൻറ്റൻറ്റിങ് ദേ ക്യാൻ ഗിവ് യു വിസ. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സുക്കൂന് കിട്ടി, പീസ് ഓഫ് മൈൻഡ്. സിൽ ബാങ്ക്, സിൽ മണി, സാറിൻ്റെ ജേണി എങ്ങനെയായിരുന്നു ഈ രാഷ്ട്രീയത്തിൽ? നമ്മൾ ഈ പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കിയപ്പോഴുണ്ടല്ലോ, ഐ വാസ് തിങ്കിങ് 4-5 വർഷം കൊണ്ടൊരു 4,000 കസ്റ്റമർ കിട്ടും. സോ വി ക്യാൻ ചാർജ് $100-200 per month. So that will make a $50,000-100,000 income per month. അതിനപ്പുറം എൻ്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് തുടങ്ങിയപ്പോൾ ഐ മെയ്ഡ് എക്സാക്ട്ലി ദ പ്രോബ്ലം വി ഹാവ് ഇൻ അവർ ഫസ്റ്റ് കമ്പനി, ടാലോ പെട്രോളിയം. വി ഹാവ് 200-300 employees, thousands of vendors, so many transactions happening. And when we market it, that is a problem of pretty much all the small business. So we get tens of thousands of customers. സാറ് മഞ്ചേരിയിലാണ് ജനിക്കുന്നത്. അവിടെ നിന്നിട്ട് US വരെ എത്തുന്ന US-ലേക്കുള്ള ഒരു മൂവ്മെന്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇവിടുന്ന് അഡോപ്റ്റ് ചെയ്തിട്ട് അവിടെ എത്തുന്നുണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് അത് മാറി US ചിന്തിക്കാനുള്ള കാരണം? അത് ഞാൻ ബാംഗ്ലൂരിൽ ഫ്ലൈയിങ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഐ ജോയിൻ ദ ബാംഗ്ലൂർ ജക്കൂർ എയർപോർട്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളൊക്കെ, നിസാമുദ്ദീൻ പറഞ്ഞ മേ ജാരവും അമേരിക്കാർ. അപ്പോൾ അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലായി അമേരിക്കയ്ക്കും ജാരേ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രെയിനിങ് തീരും പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഡ്രസ്സ് കൊടുത്തു. 2 ദിവസം പരിചയമുള്ളെങ്കിൽ ഞാൻ അഡ്രസ്സ് കൊടുത്തു. നിസാമുദ്ദീൻ അവിടെ പോയി എനിക്കും പേപ്പറൊന്ന് അയച്ചു തന്നിട്ട് പറഞ്ഞു. ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. 3-4 മാസം കഴിഞ്ഞപ്പോൾ അവൻ പേപ്പർ അയച്ചു തന്നു. അവിടുന്ന് അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ ഞാൻ വിസക്ക് കൊടുത്തു, തള്ളി, വീണ്ടും കൊടുത്തു. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കംപ്ലീറ്റ് ട്രെയിനിങ് ഒക്കെ ഫിനിഷ് ആയിരുന്നു. ഞാൻ ജെറ്റ് എയർവേസിൽ ജോയിനിങ് ചെയ്തു. പിന്നെ ഞാൻ പോണത് വിസ കിട്ടിയപ്പോൾ ബോയിങ് 737 ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ആകുമ്പോൾ 1-2 വർഷം വീണ്ടും എടുക്കും, അതിന് വേണ്ടിയാണ് പോയത്. So you have often mentioned that you earned your MBA from the streets rather than from a formal settlement. ടൈലറിൽ പിന്നെ ടെക്സാസിൽ പിന്നെ സ്ട്രീറ്റിൽ ഒരുപാട് എക്സ്പീരിയൻസിലൂടെയാണ്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിലൂടെയാണ്. And also you have studied the advanced fintech from Harvard University. So എങ്ങനെയാണ് ഈ ഒരു പിന്നെ സ്ട്രീറ്റ് സ്മാർട്ട് ഇൻഡ്യൂഷനും അതുപോലെ ഒരു ഫോർമൽ അക്കാഡമിക് സെറ്റിൽമെന്റ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇഫ് ഐ were your head, if I were your CEO, right, I would make you, every single one of you, before I approve your certificate, I will tell you within a month, at least 10 hours നിങ്ങൾ ഏതെങ്കിലും ഒരു കച്ചവടത്തിൽ പോയി ജോലി ചെയ്യണം. ചായപ്പീടി ആയിക്കോട്ടെ, കരിമ്പ് ജ്യൂസ് ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, ദാറ്റ്സ് ഗിവ് യു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്. ഇപ്പോൾ US കണ്ടപ്പോൾ നിങ്ങൾ മെഡിക്കൽ ഡിഗ്രി എടുക്കാതെ തന്നെ, ഇപ്പോൾ എനിക്കറിയാം രാജേഷ് ഡോക്ടർ മോള് മെഡിക്കൽ ഡിഗ്രിക്ക് വേണ്ടി അവർ ചോദിച്ചു എന്താ വെയിറ്റ് ചെയ്തിച്ചപ്പോൾ ഷീ നീഡ് ടു കംപ്ലീറ്റ് മോർ ലോക്കൽ ജോബ്സ്, ഓഡ് ജോബ്സ്, മെക്ഡോണൽഡ്സിൽ ചായക്കടയിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ആക്ച്വലി പ്രിപ്പയർ ദം ടു ബി മോർ സോഷ്യൽ തിങ്സ്. സോ ദാറ്റ്സ് വേ യു ഗെറ്റ് ലോട്ട്സ് ഓഫ് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്. അഗെയിൻ ഐ ടോൾഡ് യു, യു ആർ ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ തിയറി ടു പ്രാക്ടിക്കൽ. Right, that's where you are preparing yourself to the world. So that's why hands-on this thing is very important. Even when I went to advanced fintech, when they take a class, physically I know everything and way more to teach them back. Because of the street, we learn all the practical problems. We have already heard of course, LSUC life skill development course. I completed that course. I mean, collecting the donation from people and practicing the socialization and the mingling the people. So my question is about many students are migrating to the Western countries. So they are spending more than 20 lakhs. So it is a very great blow to our GDP. So what is your opinion? Should we migrate to the Western country by spending our GDP to that country and we are settled in that country? There's no benefit to our country. What is your opinion? I mean, that is a true fact. So whenever a country develops, people will come from the non-developed nation. So Government of India called it a brain drain. We teach them, we prepare them, then somebody else will snatch them. So what we can do, more madin to come. Then you train them world class and also put the thinking to create companies. You don't need to go to outside to create companies. You have to try, and we have to, education system we need to change in a little way. Experience സംസാരിക്കാം. ഇപ്പോൾ ചെറിയ ബിസിനസ് ഒക്കെ അത് അതിനോട് ധാരണയില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഒരു മാസം ബിസിനസ് കംപ്ലീറ്റ്ലി വെബ്സൈറ്റ് പോയി വ്യൂവേഴ്സിനെ നഷ്ടപ്പെട്ടു. പക്ഷെ അന്ന് എൻ്റെ മനസ്സിലൊരു സന്ദർഭം ചെറിയൊരു നഷ്ടപ്പെട്ടു പോയി തിരിച്ചെടുക്കണം.
ഓരോ സമയത്ത് അങ്ങനത്തെ ഒരു ഫാമിലി സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ക്ലീനിങ്ങിനും അതേപോലെ ചായക്കടയിലൊക്കെ ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് ബിസിനസ് എന്നുള്ള സമയത്ത് ഇവർക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നിരുത്സാഹപ്പെടുത്താൻ ചെയ്യാറ്. അപ്പം നമ്മൾ സ്റ്റാർട്ടപ്പിൽ തുടങ്ങുമ്പോൾ കുടുംബവും ഫാമിലിയും സൊസൈറ്റിക്ക് എങ്ങനെ മാനേജ് ചെയ്തിട്ട് വാപ്പാടെ അവസ്ഥയിൽ വരുമോ എന്നൊരു പ്രിജുഡൈസ് ആയിട്ടാണ് ഫാമിലി തരാം. അപ്പം അതൊരു മാനേജ് ചെയ്തിട്ട് സാറ് ലൈഫ് വെച്ചിട്ട് അതായത് കുടുംബം എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. Your question is that people are discouraging me because of the past experience. So how would I convince them or how would I convince myself? നിങ്ങൾക്ക് തന്നെ പ്രോബ്ലം ഉണ്ട്, ഞാൻ എങ്ങനെ തുടങ്ങുന്നില്ല. ഒരു കച്ചവടം തുടങ്ങാൻ യു ഡോണ്ട് ഹാവ് ടു ഇൻവെസ്റ്റ് സോ മച്ച് മണി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് യുവർ ഫാദർ സ്റ്റാർട്ടഡ് ബിസിനസ് വെരി ലേറ്റ് ഹി മെ നോട്ട് ബി ഏബിൾ ടു ടേക്ക് ദ സ്ട്രെസ്. പിന്നെ ഒരു ബിസിനസ് തുടങ്ങാൻ എനിക്ക് മുട്ടായി കച്ചവടം തുടങ്ങാൻ 5 റുപ്യേൻ്റെ മുട്ടായിന്ന് വാങ്ങിയിട്ടുള്ളൂ. When I buy the gas stove from Delhi and sell it when I was in 10th, it's cost me 2,000 rupees. അതെന്താ വെച്ചാൽ നിങ്ങൾ ബിസിനസ് ആരംഭിക്കുമ്പോൾ ഒരു എലീറ്റ് വലിയ ഓഫീസ് എന്നൊക്കെ ഒരു മനസ്സിൽ കോട്ട കിട്ടുമ്പോഴാണ് പെര വിറ്റ് ആധാരം വിറ്റൊക്കെ അങ്ങനത്തെ ഒന്നും ചിന്തിക്കണം. ഡു സ്റ്റാർട്ട് സംതിങ് സ്മോൾ. കരിമ്പ് ജ്യൂസിൻ്റെ മെഷീൻ വാടക എടുക്കാൻ എത്ര റുപ്യ, 1000 റുപ്യ എത്രയൊക്കെ പെർ ഡേ വാടകയുള്ളൂ. Just start it, then scale it. അപ്പോൾ നിങ്ങൾ by the time you will be able to take the stress. ഒരു നല്ല ബിസിനസ്മാൻ ആവുന്നുണ്ടെങ്കിൽ നല്ലൊരു സെയിൽസ്മാൻ ആവുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാറ്റഗറി കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഡിസ്ക്രൈബ് സെയിൽസ്മാൻ നിങ്ങളുള്ള ഒരു സെയിൽസ്മാൻ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക? അത് വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ തുടങ്ങി കഴിഞ്ഞാൽ. സോ ഞാനൊക്കെ അവിടെ പോയി ആദ്യത്തെ ജോലി ചെയ്തപ്പോഴേ എൻ്റെ ഇയർ ഇതായപ്പോൾ ഐ ക്വിറ്റ് ദാറ്റ് ഫ്ലൈയിങ് ജോബ്. ദെൻ ഐ ജോയിൻ എ സ്മോൾ ഗ്യാസ് സ്റ്റേഷൻ ടു വർക്ക്. എനിക്കറിയാം കസ്റ്റമർ വന്നൊരു സാധനത്തുമ്പോൾ തൊട്ടാൽ ഐ വിൽ സെൽ ഇറ്റ്. നിങ്ങൾ ആ നീയത്ത് വേണം. സെല്ലിങ് ഈസ് ദ ബിസിനസ്. അപ്പോൾ അതിനുവേണ്ടി യു ടു ബി ട്രെയിൻഡ്. ഇപ്പം തന്നെ നിങ്ങൾ പോയി ചായപ്പടിയിൽ അവിടെയൊക്കെ നിൽക്കണം. ദാറ്റ്സ് വൈ യു ലേൺ ഇറ്റ്. യു കനോട്ട് ലേൺ ഇറ്റ് ഓവർ നൈറ്റ്. എല്ലാം ഒരു കൺസിസ്റ്റൻറ്റ് പാത്താണ്. അറ്റ്ലീസ്റ്റ് നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കുട്ടികളെങ്കിലും ഉണ്ടല്ലോ അത് ട്രെയിൻ ചെയ്ത് കൊണ്ടിരണം ഇൻ എ കൺട്രോൾഡ് വേ. അപ്പോൾ നമ്മളൊരു സെയിൽസ്മാൻ ആവുമ്പോൾ ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ നിൽക്കുന്ന നമുക്ക് അത്ര രീതിക്ക് നമ്മുടെ എന്താ പറയുക സ്കില്ലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പൊട്ടൻഷ്യൽ നമുക്ക് എത്താൻ പറ്റില്ല. ചെറിയൊരു സ്ഥാപനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ആ മേലെ കണ്ടപ്പോൾ നല്ല സീനിയറിൽ ഒരു ചായക്കട ഉണ്ട് അവിടെ. എനിക്ക് നിർത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അവിടെ പോയിട്ട് ആ ചായ വിൽക്കുന്ന ഒരു മധുരം എന്തായിരിക്കും. നല്ല പറന്നു കൊടുത്ത് വരുമ്പോൾ തന്നെ സർ ഇരിക്കി മധുരം കുറച്ച് വേണോ ചോദിക്കണമെങ്കിൽ അങ്ങോട്ട് ചോദിക്കണം. മധുരം കൂടുതൽ വേണോ, കടുപ്പം വേണോ, അല്ല അവർ ചോദിക്കാൻ നിൽക്കരുത്. അതൊരു കലയാണ്. ആ കലേനെ നമ്മൾ ആസ്വദിക്കണം. വരുന്നതിന് മുമ്പ് തന്നെ സർ എങ്ങനത്തെ ചായ വേണ്ടത്, ഇവിടെ ഇരിക്കി. അതോ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ആസ് ലോങ് ആസ് യു ഹാവ് ദ വിൽ പവർ ടു ഡു ഇറ്റ്. ദർ ഇസ് നോ വൈറ്റ് കോളർ ജോബ്, ദർ ഇസ് നോ ബ്ലൂ കോളർ ജോബ്. ഡെവലപ്ഡ് നേഷനിലാവുന്നില്ല. Thank you so much.